പ്രിയ പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു ചുവടുവയ്പ്പിനാണ് കഴിഞ്ഞ ഏപ്രിൽ 29-ന് ബംഗാൾ ഉൾക്കടൽ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ സമുദ്ര അതിർത്തികൾ കാക്കാൻ ഇനി കൂടുതൽ കരുത്തുറ്റ സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സാൽവോ ലോഞ്ച് എന്ന അത്യാധുനിക രീതി? എങ്ങനെയാണ് ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പുതിയ മാതൃകകൾ തീർക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിലെ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. നാവികസേനയും DRDOയും ചേർന്ന് നടത്തിയ ഈ പരീക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഒരേ സമയം 2 നേവൽ ആന്റി ഷിപ്പ് മിസൈലുകൾ തൊടുത്തുവിടുന്ന സാൽവോ രീതിയാണ് ഇവിടെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടത്. സാധാരണയായി നിലവിലുള്ള പ്രതിരോധ കവചങ്ങളെ മറികടന്ന് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഈ രീതി സഹായിക്കുന്നു എന്നതാണ്. അതായത് ഒന്നിനു പുറകെ ഒന്നായി എത്തുന്ന ഈ സംവിധാനങ്ങളെ തടയുക എന്നത് അസാധ്യമാണ്. ഇത് നമ്മുടെ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ സുരക്ഷാ വലയം ഇനി കൂടുതൽ ശക്തമാണ് എന്ന് വേണം പറയാൻ. മിസൈൽ സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, കപ്പലുകളുടെ രൂപകൽപ്പനയിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയിരിക്കുകയാണ്. പുതിയ ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലുകൾക്കായി നേടിയ ഹൈഡ്രോ ഡൈനാമിക് പരീക്ഷണങ്ങൾ വലിയ വിജയമാണ്. വെള്ളത്തിനടിയിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഡിസൈനുകളാണ് നമ്മുടെ രാജ്യം വികസിപ്പിച്ചിരിക്കുന്നത്. ഏത് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും മികച്ച രീതിയിൽ മുന്നേറാൻ ശേഷിയുള്ള കപ്പലുകൾ ഇനി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നത് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന നേട്ടം നമ്മുടെ കവചിത വാഹനങ്ങളിലെ ക്രൂലെസ് ടററ്റ് സംവിധാനമാണ്. സൈനികരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് വികസിപ്പിച്ച ഈ രീതിയിൽ മനുഷ്യ സഹായം നേരിട്ടില്ലാതെ തന്നെ ടററ്റുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. 90% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ആത്മനിർഭർ ഭാരതിന്റെ മറ്റൊരു അഭിമാന നിമിഷമാണ്. ഡോക്ടർ സമീർ വി കാമത്തിന്റെ നേതൃത്വത്തിൽ DRDO ഒരുക്കുന്ന ഈ സംവിധാനങ്ങൾ ഭാരതത്തെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മുൻനിരയിൽ എത്തിക്കുന്നു. അതിർത്തികളിലെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ ഇന്ന് പൂർണ്ണ സജ്ജമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും തദ്ദേശീയമായ നിർമ്മാണ രീതികളും നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ഈ വലിയ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ശാസ്ത്രജ്ഞനെയും നമുക്ക് അഭിനന്ദിക്കാം. ഇതുപോലുള്ള ഭാരതത്തിന്റെ കൂടുതൽ സുരക്ഷാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ജയ് ഹിന്ദ്.